അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മർക്കത്തിൽ നിന്ന് സഖാഫി ബിരുദമെടുത്ത് വന്ന് അതിനുശേഷമുള്ള പ്രവർത്തനം കുറ്റ്യാടിയിൽ വെറും ഓലശെല്ലിൽ വെച്ചുകൊണ്ട് ജുമഅയും മറ്റ് നിസ്കാരവും പഠനവും എല്ലാം നടത്തിയ الشيخ عبد الرحمن الثقافي رفع الله له الدرجات وثبته أكمل الثبات ورفعه في علي المقامات وأجرى على أيديه الخير. പേരോട് ആവശ്യമില്ലാതെ എവിടെയും കിടക്കണ്ട. പേരോട് ഇങ്ങനെ പേരോട് എല്ലാത്തിനും പറ്റും. ദർസിൽ പഠിച്ചു, ആലിമായി, മുദരിസാൻ പറ്റും. ദർശനത്തില്ലേ വയലനാൻ പറ്റും. നല്ല വയലനല്ലേ, അവിടെ പേര് കേട്ട വയലനല്ലേ പേരോട്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, പുത്തമ്പസ്ഥാനക്കാര്, കള്ളകരുതരീക്കത്താര് എല്ലാത്തിനെയും ഗണ്ണിക്കും. ഇന്ന് പ്രാസ്ഥാനിക നേതൃത്വത്തിൽ ആരുടെയും പ്രീതിക്ക് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ വാക്കുകൾ മാറ്റി പറയാതെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ഹഖ് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ എപ്പോഴും വെട്ടിത്തുറന്നു പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശബ്ദം മഹാനായ പേരോട് ഉസ്താദ് റബ്ബനി ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്, ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഒരു പ്രബോധനം നടത്താൻ പറ്റുന്ന, നേരെ നിവർന്നു നിന്നിട്ട് സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റുന്ന 10-18ഓളം അല്ലെങ്കിൽ 10-30ഓളം കൊല്ലം ഒറ്റക്ക് കേരളത്തിൽ മഹാനായ സുൽത്താൻ ഉലമക്ക് ശേഷം അവിടുത്തെ ശിഷ്യനായി ഓരോ മുക്ക് മൂലകളിൽ നടന്ന് കടന്നു ചെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കി സുന്നത്ത് ജമാഅത്ത് പറയാൻ ആരുടെ മുമ്പിലും ധൈര്യസമേതം പറയാൻ ഒറ്റക്ക് സുന്നത്ത് ജമാഅത്ത് കൊണ്ട് നടന്ന ആളാണ് മൗലാന പേരോട് ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങൾ ഉസ്താദ് എന്താണ് മുബത്തദീങ്ങൾക്ക് വലിയൊരു തലവേദനയുള്ള ആളാണ് നമ്മുടെ ഉസ്താദ്. അല്ലാഹു എന്താണ് ഹിമ്മത്തുള്ള കൊടുക്കുമാറാകട്ടെ. ഏതൊരുത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ ആരടാന്ന് ചോദിക്കും ഞാനടാന്ന് പറയാനുള്ള ആ ധൈര്യം അല്ലാഹു ഉസ്താദിന് കൊടുക്കുമാറാകട്ടെ. അവർക്കൊരു പകരമില്ല, നല്ല ഗുണങ്ങൾക്ക് ഒടുക്കമില്ല, മുല്ല മണമൊട്ടും കുറയുകില്ല, ഇല്ല അവർക്കൊരു പകരമില്ല.